ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഫ്ലൈറ്റ്, അതായത് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറിയ വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല, ചെറിയൊരു മെമ്മറി ജസ്റ്റ് ഒന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച വീഡിയോസാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബോംബെയിലേക്കാണ്, ബാംഗ്ലൂർ ടു ബോംബെ. സോ നമ്മൾ നാട്ടിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് ബാംഗ്ലൂരേക്ക് വന്നു. എന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ബോംബെയിലേക്കുള്ള ഫ്ലൈറ്റ് എടുക്കുകയുണ്ടായത്. അപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നുള്ള വ്യൂസാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കൊരു 2 hours ലേ ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ആ എയർപോർട്ട് മൊത്തം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ടാർഗറ്റ്. അത്യാവശ്യം വലിയൊരു എയർപോർട്ടായിരുന്നു. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് നല്ലൊരു ആംബിയൻസും മൊത്തത്തിൽ നല്ലതായിരുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ വെച്ചാൽ എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. അപ്പം എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഹസ്ബൻഡ് കൂടെ ഉള്ളതുകൊണ്ട് ഒരു ധൈര്യം, എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലും അവനും ഉണ്ടാവുമല്ലോ ഒരുമിച്ച്. അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ഒരു ഹസ്ബൻഡ് കൂടെ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ഒരു ധൈര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ടൈം ഏകദേശം ആയപ്പോൾ ഞങ്ങൾ കയറാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം ഞാൻ കോൾഡ് പിടിച്ചിട്ടാണുള്ളത്, അതാണ് എൻ്റെ സൗണ്ട് എന്തോ മാതിരി ഇരിക്കുന്നത്. സോ നമ്മൾ പോകുന്ന വഴിക്ക് മൊത്തം വീഡിയോസ് എടുത്ത് വെച്ചിട്ടാണ് പോകുന്നത്. കാരണം പിന്നെ ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ ഇതൊക്കെ എടുത്ത് കാണാനൊരു മെമ്മറി അല്ലേ നമുക്ക്. എന്താ പറയുക, ഒരു 10 വർഷമോ 15 വർഷമോ കഴിയുമ്പോൾ ഇങ്ങനെ ആയിരുന്നല്ലേ നമ്മൾ പോയെന്നൊക്കെ കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഞാൻ ഇതാ കയറാൻ പോവാണ്. എനിക്കിഷ്ടമായിരുന്നു, അത്യാവശ്യം ഫുള്ളായിരുന്നു. എന്താ വെച്ചാൽ മൊത്തത്തിൽ നല്ലൊരു, എന്താ പറയുക, ഭയങ്കര തിരക്ക് എന്നല്ല, മൊത്തം ഫില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇവൻ ഓരോന്ന് കാണിച്ചു തരുവാണ്, ഇത് എന്താണ് അത് ഏതാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. കാരണം ഇതിപ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് 1 year ആവാൻ പോകുന്നു. ഇപ്പോൾ ഗാലറി നോക്കിയപ്പോഴാണ് ഈ വീഡിയോസൊക്കെ ഞാൻ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു അതിങ്ങനെ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം, അതാകുമ്പോൾ അതവിടെ കിടന്നോളുമല്ലോ. അപ്പോൾ ഫ്ലൈറ്റ് പതിയെ മൂവ് ചെയ്യാണ്. ഞാൻ എക്സൈറ്റഡ് ആണെന്നെല്ലാം പറഞ്ഞാൽ എക്സൈറ്റ്മെൻ്റ് അല്ല, ഭയങ്കര പേടിയുണ്ട് എനിക്ക്. ഞാനിങ്ങനെ ഈ ഫ്ലൈറ്റ് മൂവ് ചെയ്യുമ്പോഴും ഞാൻ കിടന്ന് പിടക്കുക ചെയ്യുന്നുണ്ടായി. അപ്പോൾ ഫ്ലൈറ്റ് മെല്ലെ മൂവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചൊന്ന് പൊങ്ങിയപ്പോൾ എന്തോ ഞാൻ കൂടെ പൊങ്ങുന്ന പോലൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചുവട്ടിലൊക്കെ എന്തോ ഒരു ബബിള് വന്ന് നിറഞ്ഞ പോലെയൊക്കെ. കുറച്ച് അങ്ങോട്ടെത്തിയപ്പോൾ കോമഡി, ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമ്മൾ ഫ്ലൈറ്റ് തന്നെയാണോ പോകുന്നത്? ഞാനിത് മരങ്ങളൊക്കെ കാണുന്നു, ശരിക്കും ഫ്ലൈറ്റ് ആകാശത്തൂടെയല്ലേ പോകുന്നത്, ഇത് മരങ്ങളാണല്ലോ മൊത്തം. അപ്പോൾ രാത്രി ആയതുകൊണ്ട് എനിക്ക് മരങ്ങൾ പോലെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ അവൻ പറഞ്ഞ് അത് മരമല്ല, സോറി, വണ്ടിയൊക്കെ പോകുന്ന സൗണ്ട് ഡിസ്ട്രാക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് മരങ്ങളല്ല, കാർമേഘമാണ്, നമ്മൾ മേഘങ്ങളുടെ നടുക്കൂടെയാണ് പോകുന്നത്. പിന്നെ എനിക്ക് ഒരു പേടി എത്ര ആവാൻ തുടങ്ങി, ഭയങ്കര പേടിയെന്ന് വെച്ചാൽ ഭയങ്കരം. അപ്പോൾ ഈ രാത്രി വ്യൂ ഉണ്ടല്ലോ, അതായത് ഫ്ലൈറ്റിലിരുന്നു കൊണ്ട് താഴെയുള്ള വ്യൂ അടിപൊളി വ്യൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എന്തൊരു ഭംഗിയല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കൊണ്ടുത്തന്നു. അപ്പോൾ നമ്മൾ പോയത് ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ കേക്കൊക്കെ കിട്ടിയായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ, നല്ല ഫുഡായിരുന്നു. എനിക്ക് വാട്ടർ ഈറ്റിന് ഫ്ലൈറ്റൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ അത്ര എക്സ്പീരിയൻസ്ഡ് ആയില്ലല്ലോ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നമുക്കതൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് ഫ്ലൈറ്റിൽ നിന്നുള്ള എന്താ പറയുക, ഫ്ലൈറ്റിൽ നിന്നുള്ള നൈറ്റ് വ്യൂ ഇതാണ്. നല്ല ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങോട്ട് പോയ എനിക്ക് ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്നുണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതായത് ജസ്റ്റ് നമ്മളൊരു കസേരയിലിരിക്കുന്ന ഒരു ഫീലാണ് ഉണ്ടായിരുന്നത്, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്ക് എന്താ പറയുക, കാറ്റ് കൊണ്ടാണോ എന്താണെന്നറിയില്ല, ഇടയ്ക്കെന്തോ മേലോട്ടേക്ക് പൊങ്ങുന്ന പോലെയൊക്കെ ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു. പെട്ടെന്ന് എന്തോ എന്താ പറയുക, ഒരു ബാലൻസ് എനിക്ക് കിട്ടാത്ത പോലെ. പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ എത്തുന്നതിനൊരു അരമണിക്കൂർ മുന്നാന്ന് തോന്നുന്നു, അതിൻ്റെ നടുക്കൊരു ഫോൺ വന്നു, എവിടെയാണ് പറഞ്ഞ് നിർത്തിയെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അവിടെ ലാൻഡ് ചെയ്യുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ അവർ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലും ഭയങ്കര എക്സൈറ്റഡായി. ഇപ്പോൾ ഈ കാണുന്നത് ബോംബെ
സിറ്റിയാണ്. അത്യാവശ്യം നല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ബോംബെ അത്ര വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. എന്തോ എനിക്കറിയില്ല, എനിക്ക് എൻ്റെ നാട് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ പക്ഷേ ഇതിൻ്റെ നൈറ്റ് വ്യൂ ഭയങ്കര അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് ഞങ്ങൾ ഏകദേശം ലാൻഡ് ചെയ്യാൻ പോകുന്നതിന് മുന്നേയുള്ള വീഡിയോസാണ്. ഇപ്പോൾ ഈ കാണുന്നത് മൊത്തം പക്ക നമ്മുടെ ബോംബെ ടൗൺ, എക്സാക്റ്റ് ടൗൺ ഏരിയ ആണ്. അതായത് നിയർ ബൈ സാന്റാക്രൂസ് ഏരിയ, ഞാൻ അന്തമാതിരി ഏരിയ എന്നൊക്കെ പറയാൻ വരുന്നു, ആ ഏരിയ ആണ്. ഇത് നമ്മൾ ഇപ്പോൾ കാണുന്നത് നമ്മൾ ബോംബെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ബോംബെ എയർപോർട്ട് അത്യാവശ്യം ഇഷ്ടമായി കേട്ടോ. പക്ഷേ ഭയങ്കര സ്പേഷ്യസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ എയർപോർട്ടിനേക്കാളും ഭയങ്കര വലിയ എയർപോർട്ടായിരുന്നു, നല്ല ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ അത്ര ഒരു നീറ്റ്നെസ് ഒന്നും ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ ഇത് നമ്മളെടുത്ത ഫോട്ടോസായിരുന്നു. ഇഷ്ടപ്പെട്ടോ?